ശരിയായ ഗുരു ഇല്ലാതെ ഇതെല്ലാം ഈ പുസ്തകങ്ങൾ വായിച്ച അവൻ അരവട്ടായിപ്പോ. കാരണം ഭാഗവതത്തിൽ 18,000 ശ്ലോകം. ഇതിൽ 12ാമത്തെ അധ്യായത്തിൽ വ്യാസമഹർഷി ഒരു ശ്ലോകം പറയുന്നു. എന്താ ശ്ലോകം എന്ന് വെച്ചാൽ, ഇത്ര നേരം ഞാൻ എഴുതിയത് മൊത്തം കഥയാണ്, അതൊക്കെ തെറ്റ് കാണും. എന്തിനാണോ വ്യാസൻ അങ്ങനെ ഒരു ശ്ലോകം എഴുതി വെച്ചത്? 18,000 ശ്ലോകം എഴുതിയിട്ട് 12ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഇത് മുഴുവനും കഥയാണ്, ഇതിൽ തെറ്റുകൾ കാണും. ശരി, നിങ്ങൾ ആ ശ്ലോകം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ആലോചിക്കണം, ഉറങ്ങരുത്. 18,000 ശ്ലോകവും വ്യാസൻ ഭഗവാൻ 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 ഭഗവാനാണ് സർവേശ്വരൻ, ഭഗവാനാണ് ത്രിലോകങ്ങളുടെ അധിപതി, ഭഗവാനാണ് അണ്ടചരാചരങ്ങളുടെ അധിപതി, ദേവന്മാർ അദ്ദേഹം പറയുന്നതാ കേൾക്കുന്നത്, നാരദൻ എങ്ങനെ ചെയ്തു, പ്രഹ്ലാദൻ ഇങ്ങനെ, ഇതെല്ലാം പറഞ്ഞിട്ട് 12ാം അധ്യായത്തിൽ ഒരു ശ്ലോകത്തിൽ ഇത് വെറും കഥയാണ്, ഇതിൽ തെറ്റുകളുണ്ട് എന്ന് വ്യാസൻ പറഞ്ഞു. ആ ശ്ലോകം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ശരി, നമുക്ക് പോയി പ്രസാദം കഴിക്കാം. എന്തെങ്കിലും ഒരു ആൻസർ പറയണം. തല ആലോചിക്കൂ, യൂസ് ചെയ്യൂ. അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട്? ഓക്കെ, പക്ഷേ എല്ലാ ഭാഗവത പ്രചാരകന്മാരും ജ്ഞാനികളും ഈ 18,000 ശ്ലോകത്തിനെ ഉപേക്ഷിച്ചിട്ട് ആ ഒരു ശ്ലോകത്തിനെയാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് വളരെ ദൗർഭാഗ്യം, ഒരു വിഷമകരമായ കാര്യം, ഭാഗവത സപ്താഹങ്ങളിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാരും ആ ഒരു ശ്ലോകം എടുത്തിട്ട് ഇത് മൊത്തം കഥയാ, കാര്യം മനസ്സിലായാൽ മതി. എങ്ങനെയെന്ന് വെച്ചാൽ ഇതിന്റെ തത്വം, ഇതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കണം. ഞാൻ മരിക്കാൻ പോവാ, ഞാൻ എൻ്റെ മകനെ വിളിച്ചിട്ട് രഹസ്യമായിട്ട് പറയാം, അലമാറയ്ക്കകത്ത് 10 പവനുണ്ട്, സൂക്ഷിച്ചോ. അടിയിൽ 3ാമത്തെ കള്ളിയിൽ ഞാൻ പത്രം വെച്ചിട്ട് ഫയലുണ്ട്, അവിടെ ലോക്കറിൽ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ മകനല്ലാത്ത ഒരു വെളിയിലത്തെ ഒരാൾ വരുന്നു. അവൻ പകുതി കേൾക്കുകയും ചെയ്തു. ഉടനെ അച്ഛൻ പറയും, ആ മോനെ, അലമാറയ്ക്കുള്ളത് മുക്കുപണ്ടാണ് കേട്ടോ എന്ന് ഉറക്കെ പറയുന്നു അച്ഛൻ. എന്തിനാ അച്ഛൻ അങ്ങനെ പറഞ്ഞു? എന്തിനാ അങ്ങനെ പറഞ്ഞത്? അവിശ്വാസി കള്ളൻ അകത്ത് കയറി വന്ന് കുറച്ച് കേട്ടു. അയ്യോ, ഇനി എൻ്റെ മകന് കിട്ടാതെ മോഷ്ടിച്ചോണ്ട് പോയാലോ? ഉടനെ അച്ഛൻ പറഞ്ഞു, അതെല്ലാം മുക്കുകൊണ്ടാണേ എന്ന് ഉറക്കെ പറഞ്ഞു. അതാണ് വ്യാസനും ഇവിടെ ചെയ്തത്. ഒരു ഫിൽട്ടർ ഇട്ട് നോക്കി ആരെങ്കിലും ഇതും കടന്നു വരുമെന്ന്, പോയി 99% അതിൽ കൂടെ അങ്ങ് പോയി. സെയിം തിങ് രാമായണത്തിൽ. രാമചന്ദ്രമൂർത്തി രാമായണം മുഴുവനും മീന് കഴിക്കല്ലേ, കോഴിയെ കഴിക്കല്ലേ, കുറുക്കനെ കഴിക്കല്ലേ, അത് ചെയ്യല്ലേ, വേട്ടയ്ക്ക് പോവല്ലേ, ഈ പാവങ്ങളെ കൊല്ലല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, അത് ചെയ്യല്ലേ, എല്ലാം പറഞ്ഞിട്ട് ഒരു ശ്ലോകത്തിൽ യജ്ഞഹോമാദികളിൽ അന്ന് കാലത്ത് അവര് മാംസവും സമർപ്പിച്ചു എന്ന് എവിടെയോ ഒരു വരി വന്നപ്പോൾ നാട്ടുകാർ മുഴുവൻ അതിനെ കയറി പിടിച്ചു. രാമൻ മീന് കഴിച്ചെന്ന് എന്ത് ഇവർ പോയി കണ്ടതുപോലെ ആ പേരും പറഞ്ഞ് നാട്ടിലുള്ളവരെല്ലാം മീന് കഴിക്കുക. ബുദ്ധിമാന്മാർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റൂ, അങ്ങനത്തെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇതുപോലെ ഭാഗവതത്തിൽ സംശയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗുരുവിനെ സമീപിക്കണം. ഈ ശ്ലോകം എൻ്റെ ചിന്തയ്ക്ക് അപ്പുറത്താണ്, കാരണം ഇത്ര ദിവസം വായിച്ചതിനും ഈ ശ്ലോകത്തിൽ ഒരു പരസ്പര വിരുദ്ധമുണ്ട്, ഇത് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക? അപ്പം ഗുരുനാഥൻ അത് ശരിക്കും പറഞ്ഞു തരും. അതുകൊണ്ടാണ് യസ്യദേവേ പരാഭക്തി യഥാദേവേ തഥാ ഗുരു, ദൈവത്തിൻ്റെ അടുത്തും ഗുരുവിൻ്റെ അടുത്തും തുല്യമായ വിശ്വാസം വേണം.